അപ്പൊ എല്ലാരും വേഗം ഒരു അടുപ്പിൽ ചായ വെച്ചിട്ട് ഇപ്പുറത്തെ അടുപ്പിൽ ഇതങ്ങ് റെഡി ആക്കിക്കോട്ടാ. ചായ തിളയ്ക്കുമ്പോഴേക്കും സംഭവം സെറ്റ്. സത്യമായിട്ട് 5 മിനിറ്റ് മതിയിട്ടത് വേവാനായിട്ട്. അപ്പൊ ഞാനിവിടെ 1 കപ്പ് റവ, അരക്കപ്പിന്റെ അടുത്ത് പഞ്ചസാര, 1/4 കപ്പ് തേങ്ങ ചിരവേത് ഇത്ര ഒരു മിക്സി ജാറിലേക്ക് ഇട്ട് ഒട്ടും തരിയില്ലാതെ പൊടിച്ച് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു മുട്ടയും ചേർത്തിട്ടുണ്ട്, 1/2 കപ്പ് പാലും എടുത്തിട്ടുണ്ട്. പാല് കുറച്ചായിട്ട് ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കാം. ഇത്രയും പാൽ ഒഴിച്ചിട്ടും ബാറ്ററി ടൈറ്റ് ആയി തോന്നുവാണെങ്കിൽ കുറച്ച് പാലും കൂടി ഒഴിച്ചു കൊടുക്കണേ. എന്നിട്ട് കുറച്ച് ഏലക്കയും 1 പിഞ്ച് ഉപ്പും 1 ടേബിൾ സ്പൂൺ നെയ്യും ഇട്ട് വീണ്ടും നന്നായി ഒന്നങ്ങ് മിക്സി ജാറിലിട്ടൊന്ന് അരച്ചെടുക്കുക. ഒരുപാട് ലൂസും അല്ല, അത്ര ടൈറ്റും അല്ല, കൺസിസ്റ്റൻസി ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം. ബേക്കിംഗ് സോഡ എടുക്കുമ്പോൾ ആ ടീസ്പൂൺ നിറയെ ഇങ്ങനെ കോരി എടുക്കാതെ കുറച്ച് എടുക്കുക കേട്ടോ. ബേക്കിംഗ് സോഡയുടെ ടേസ്റ്റ് മുന്നിൽ നിൽക്കും, അതാണ്. പിന്നെ എക്സ്പയറി ഡേറ്റ് അടുത്തിട്ടുള്ള ബേക്കിംഗ് സോഡ ഒന്നും യൂസ് ആക്കരുത്. പിന്നെ ഞാനിട്ട പഞ്ചസാരയ്ക്ക് ഇതിനൊരു നേരിയ മധുരമായിട്ട് കിട്ടുള്ളൂ. ഇനി വെള്ളം ചൂടാകുമ്പോൾ ഇഡ്ഡലിത്തട്ടിൽ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് നട്ട്സും മുന്തിരിയൊക്കെ നെയ്യിൽ വറുത്തത് മേളിലിട്ട് കൊടുക്കാം. പിന്നെ ഹൈ ഫ്ലെയിമിലിട്ട് 5 മിനിറ്റ്. അങ്ങനെ ചായ തിളച്ചപ്പോഴേക്കും കടി റെഡി ആയില്ലേ.